Hi dears, how are you? Are you happy now? Okay, today we are discussing about the second chapter, The Colors of Earth Summary. Okay, The Colors of Earth written by Sarah Patel. This is a small poem. സാരാ പട്ടേൽ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ ഒരു കുഞ്ഞു കവിതയാണിത്. ടൈറ്റിൽ നോക്കിക്കേ, ദ കളേഴ്സ് ഓഫ് എർത്ത്, ഭൂമിയുടെ നിറങ്ങൾ, വർണ്ണങ്ങൾ. അതുകൊണ്ട് ഭൂമിയിലെ കളേഴ്സിനെ കുറിച്ചല്ലേ, അതിലെ ഭംഗിയെക്കുറിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ വളരെ സിമ്പിളായിട്ടല്ലേ നമ്മുടെ പോയിറ്റ് ഇവിടെ അല്ലേ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് അല്ലേ നമ്മുടെ ആ ഒരു കളേഴ്സിൻ്റെ ആ ഒരു ബ്യൂട്ടി അല്ലേ നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ച് ഈ കവിതയുടെ അകത്ത് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ് us start the summary of the colors of earth. The colors of earth is a beautiful poem that celebrates the richness and diversity of nature. ഡിയേഴ്സ്, ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നതല്ലേ ബ്യൂട്ടിഫുൾ പോമാണ്. നമ്മുടെ പ്രകൃതിയുടെ വൈവിധ്യങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ അല്ലേ ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ദെൻ ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ദ എർത്ത് ഈസ് ഫിൽഡ് വിത്ത് എ വെറൈറ്റി ഓഫ് കളേഴ്സ്, ബ്രൗൺ, റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് മോർ, ഈച്ച് റെപ്രസെൻറ്റിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അല്ലേ. ഇവിടെ എന്താ പറയുന്നത് അല്ലേ, വാട്ട് ഈസ് ദ മീനിങ്? ഭൂമി എത്ര നിറങ്ങളാൽ അല്ലേ നിറഞ്ഞിരിക്കുകയാണ് അല്ലേ എന്നത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലേ. അതായത് തവിട്ട്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നിവയുൾപ്പെടെ ഓരോ നിറവും അല്ലേ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ദ നെക്സ്റ്റ്, ദീസ് കളേഴ്സ് ആർ നോട്ട് ജസ്റ്റ് സീൻ ഇൻ ദ സോയിൽ, ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, but also in people and their cultures. What is the meaning here? എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ നിറങ്ങൾ അല്ലേ മണ്ണിലും മരങ്ങളിലും പുഷ്പങ്ങളിലും അല്ലേ മാത്രമാണോ കാണപ്പെടുന്നത്? നോ, മറിച്ച് നമ്മുടെ മനുഷ്യരിലെ പല 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 കളേഴ്സായിട്ടുള്ള അല്ലേ അവരുടെ സംസ്കാരങ്ങൾ അല്ലേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. The poem emphasizes the beauty of unity in diversity and encourages us to appreciate all the colors that make up the earth. What is the meaning here? ഈ പോം ചിത്രീകരിക്കുന്നതിലെ വൈവിധ്യങ്ങളിലല്ലേ അതായത് ഏകത്വത്തിൻ്റെ ഒരു ബ്യൂട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണല്ലേ. കൂടാതെ ഭൂമിയെ രൂപപ്പെടുത്തുന്ന എല്ലാ നിറങ്ങളെയും ആസ്വദിക്കണമെന്നും നമ്മെ എൻകറേജ് ചെയ്യുകയാണ് അല്ലേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇറ്റ് ആൾസോ കൺവേസ് എ ഡീപ്പർ മെസ്സേജ് അബൌട്ട് ഈക്വാലിറ്റി, ഇൻക്ലൂസീവ്നെസ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർമണി എമംഗ് ഓൾ ലിവിങ് ബീയിങ്. വാട്ട് ഇസ് ദ മീനിങ് ഹിയർ? ഈ പോം നമ്മുടെ ഒരു ഈക്വാലിറ്റിയിലെ ഒരു സമത്വം എന്ന് പറയുന്നത്, അതുപോലെ ഉൾക്കൊള്ളൽ അതായത് ഇൻക്ലൂസീവ്നെസ് എല്ലാ ജീവജാലങ്ങൾക്കും അല്ലേ ഇതിനിടയിലുള്ള ഒരു ഐക്യം ഉണ്ടല്ലോ ആ ഐക്യത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചല്ലേ ഡീപ്പർ മെസ്സേജ് ഇവിടെ കൈമാറുന്നുണ്ട്. ഓക്കെ, then the poet wants us to understand that every color has its own beauty and significance, and together they create a vibrant and meaningful world. ഓക്കെ, അതായത് പോയിറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു ഓരോ കളേഴ്സിനും അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട് അല്ലേ ഒരു ബ്യൂട്ടിയും ഇമ്പോർട്ടൻസും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവയെല്ലാം ചേർന്ന ആ ഒരു ലോകം ജസ്റ്റ് നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്ത് നോക്കില്ലേ, ഒരു ഉജ്ജ്വലം ഒരു അർത്ഥവത്വമായിട്ടുള്ള ഒരു ലോകം അല്ലേ ഇവയെല്ലാം ചേർന്നിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ മൈ ഡിയേഴ്സ്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.